ഞാൻ ആ സിസ്റ്ററിനോട് പറഞ്ഞൊരു മറുപടി തന്നെ ഒന്ന് കാര്യം പറഞ്ഞു, മിണ്ടിപ്പോകരുത്. ഇനി ഈ വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഈ തെരുവിലൂടെ ഈ ഭിക്ഷാടകരോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു കത്തി കയറി ഇറങ്ങുന്ന വേദനയാണ്. ഇപ്പോൾ നീ ഈ അവസ്ഥയിലൂടെ കടന്നു പോകണം, എനിക്ക് നിന്നെ ഇതിലൂടെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. വ്യക്തമായിട്ട് കർത്താവിൻ്റെ സ്വരം എൻ്റെ ഉള്ളിൽ ഞാൻ കേട്ടതാണ്. ആ അച്ഛൻ്റെ മാറിലേക്ക് ചാഞ്ഞു കിടന്ന് കുറേ സമയം അങ്ങ് പൊട്ടിക്കരഞ്ഞു. അച്ഛാ, എന്നെ ഇതുവരെയും ആരും ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ പൊട്ടിക്കരയായിരുന്നു. പലപ്പോഴും എന്നെ ദൈവം ഇങ്ങനെ എടുത്തു വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അനുഭവമാണ് എൻ്റെ സെമിനാരി കാലഘട്ടത്തിൽ ഉണ്ടായത്. എൻ്റെ പേര് ഫാദർ അജു മുതുകാട്ടിൽ. ഞാൻ MCBS സഭാംഗമാണ്. എൻ്റെ വീട് കാസർഗോഡ് ജില്ലയിലെ മാലോം എന്ന സ്ഥലത്താണ്. പുഞ്ച ഇടവകയായിട്ട് വരും. ഞാനിപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടിനടുത്തുള്ള ചെങ്ങാലൂർ എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ ശുശ്രൂഷിക്കുന്നത്. ഇത് ഒരു ആകാശപ്രഭകളായിട്ടുള്ള ദൈവമക്കളുടെ ഒരു ഭവനമാണ്. എൻ്റെ ദൈവവിളിയുടെ ആദ്യത്തെ സ്റ്റെപ്പ് അത് തുടങ്ങുന്നത് എൻ്റെ LP സ്കൂൾ കാലഘട്ടത്തിലാണ്. എന്ന് വെച്ചാൽ കോട്ടയം ജില്ലയിലെ തീക്കോയ്ക്കടുത്തുള്ള വേലത്തുശ്ശേരി അഥവാ മാവുടി എന്ന ഇടവകയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ 4ാം ക്ലാസ് വരെയും അവിടെയായിരുന്നു. അതിനുശേഷം പിന്നീട് അവിടുന്ന് സ്ഥലം വിറ്റ് ഞങ്ങൾ മലബാറിലേക്ക്, അതായത് കാസർഗോഡ് ജില്ലയിലേക്ക് സ്ഥലം വിറ്റ് പോവുകയാണ് ഉണ്ടായത്. എൻ്റെ കോട്ടയം ജില്ലയിലേക്ക് നാട്ടിലായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അപ്പച്ചൻ പള്ളിയിൽ കപ്പിയരായിരുന്നു. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ദേവാലയത്തിൽ എല്ലാ ദിവസവും ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകാനും പള്ളിയിൽ ഏറ്റവും മുമ്പിൽ നിന്ന് പങ്കെടുക്കാനും, അപ്പോൾ അങ്ങനെ ആ കാര്യത്തിലെല്ലാം നല്ലൊരു തീഷ്ണതയുള്ളൊരു കാലമായിരുന്നു. അപ്പം അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റർ, 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു സിസ്റ്റർ നിരന്തരമായിട്ട് എന്നെ ഇടയ്ക്ക് കുർബാന കഴിഞ്ഞെന്ന് ചേർത്ത് നിർത്തി എന്നോട് പറയുമായിരുന്നു, നീ ഒരു അച്ഛനാകണം എന്ന് പറയുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളൊരു 3 പേര്, ഞങ്ങൾ സെയിം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു 3 പേര് അങ്ങനെ ഒരു സെമിനാരി ചേരണമെന്നൊരു ആഗ്രഹത്തോടു കൂടി ഞങ്ങളങ്ങനെ ഒരുങ്ങുകയായിരുന്നു. പക്ഷേ 4ാം ക്ലാസ് കഴിഞ്ഞ് സ്ഥലം വിറ്റ് ഞങ്ങൾ മലബാറിലേക്ക് പോവുകയും അവിടെ എത്തിയ ശേഷം പിന്നീട് എനിക്ക് ആ ദൈവവിളിയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി. പിന്നീട് ആ ഒരു കാര്യം ഞാൻ കംപ്ലീറ്റ് അങ്ങോട്ട് ഉപേക്ഷിച്ചു. പക്ഷേ എൻ്റെ കൂടെ പഠിച്ച് ഞാനീ പറഞ്ഞ 2 പേരും സെമിനാരിയിൽ ചേരുകയും അതിലൊരാൾ അച്ഛനായി തീരുകയും ചെയ്തു. അതായത് വിൻസെൻഷൻ സഭയിലെ ഒരു വൈദികനാണ്. എൻ്റെ വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങൾ 4 മക്കളുമാണ്. ഞങ്ങൾ 6 പേരടങ്ങിയ കുടുംബമാണ്. ഞാനാണ് മൂത്തത്. ഇളയ 2 പേര്, 2 ആണുങ്ങളും 2 പെണ്ണുങ്ങളുമാണ് ഞങ്ങൾ. ഏറ്റവും ഇളയ അനിയനാണ്. അപ്പോൾ അങ്ങനെ 6 അംഗങ്ങളടങ്ങിയ ഒരു കുടുംബം. ഞാൻ ഭവനത്തിൽ അങ്ങനെ ആയിരുന്നൊരു കാലഘട്ടം എനിക്ക് പരിചയമുള്ള ചില വ്യക്തികളിലൂടെ കുറ്റിക്കലച്ചൻ്റെ ധ്യാനം കാഞ്ഞങ്ങാട് വെച്ച് നടക്കുന്നു, അമ്പലത്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് നടക്കുന്നു, നമുക്കൊന്ന് പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ അതിലേക്ക് പങ്കെടുക്കാനായിട്ട് 1-2 വ്യക്തികൾ എന്നെ ക്ഷണിക്കുകയുണ്ടായി. ഈ കുറ്റിക്കലച്ചനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അന്ന് ആ കാലഘട്ടത്തിൽ അവിടെ ഞാൻ ചെന്ന് കണ്ടപ്പോൾ നീണ്ട വെള്ള താടിയൊക്കെ വെച്ച ഒരു നല്ല വലിപ്പമുള്ള ഒരു 6 അടി പൊക്കമുള്ള ഒരു അച്ഛൻ. അങ്ങനെ അച്ഛനെ അടുത്തറിഞ്ഞപ്പോഴാണ് അച്ഛനോടുള്ള എനിക്ക് വല്ലാത്തൊരു ബഹുമാനവും സ്നേഹമൊക്കെ ഉണ്ടാകാനായിട്ട് ഇടയായത്. അതായത് തെരുവിൽ അലയുന്ന ഭിക്ഷാടകരും അനാഥര്, അങ്ങനെ ആരുമില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തിയാണ് കുറ്റിക്കലച്ചൻ എന്ന് പറയുക. വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് ഒരു 10, 27, 28 വർഷങ്ങൾക്ക് 26, 27 വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ കർത്താവിൻ്റെ പ്രചോദനമനുസരിച്ച് ഇങ്ങനെ ഒരു ശുശ്രൂഷ അച്ഛൻ ആരംഭിക്കുകയായിരുന്നു. പാവപ്പെട്ടവർക്ക് വേണ്ടിയും അനാഥർക്ക് വേണ്ടി അച്ഛൻ പറഞ്ഞൊരു വാക്ക് പിന്നീട് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഇങ്ങനെയാണ്: ഈ തെരുവിലൂടെ ഈ ഭിക്ഷാടകരോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു കത്തി കയറി ഇറങ്ങുന്ന വേദന, അതുപോലെ ഞാൻ വേദന അനുഭവിച്ചിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടത് ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഈ പാവപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തിയാണ് കുറ്റിക്കലച്ചൻ. അപ്പം ഞാൻ അങ്ങനെ
അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ചില പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടും അതിനുശേഷം പിന്നെ ഒരു ധ്യാനവുമായി ബന്ധപ്പെട്ടൊക്കെ അങ്ങനെ അച്ഛൻ്റെ ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. ഞാൻ ഓർക്കുന്നു 2005 ഒക്ടോബർ മാസത്തോടു കൂടിയാണ് ദിവ്യകാരുണ്യ വർഷം എന്ന് പറഞ്ഞ വർഷം ആഗോള സഭയിൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പ്രഖ്യാപിച്ചത്. അപ്പം ആ തുടങ്ങുന്നതോടുകൂടി കുറ്റിക്കിലച്ചൻ ആകാശപ്രവേള അല്ലെങ്കിൽ ഈ മക്കൾക്ക് വേണ്ടി ഒരു ധ്യാനം കൊടുക്കുന്ന അല്ല വചനം കൊടുക്കുന്ന ഒരു ടീം രൂപപ്പെടുത്തി. അങ്ങനെ ഒരു മീറ്റിങ്ങിൽ വെച്ച് ഞാനും ആ ടീമിലേക്ക് ഉൾപ്പെടുത്തപ്പെട്ടു. അങ്ങനെ ആ ഒക്ടോബർ മാസം മുതൽ അങ്ങനെ ഞാനും ആ ഒരു ടീമിൻ്റെ ഭാഗമായി തീരുകയാണ്. പിന്നീട് തുടർച്ചയായി 5.5-6 കൊല്ലത്തിനടുത്ത് അത്രയും വർഷം കുറ്റിക്കിലച്ചൻ്റെ കൂടെ കേരളത്തിനകത്തും പുറത്തുമായിട്ട് പല സ്ഥലങ്ങളിൽ ഈ ശുശ്രൂഷാ മേഖലയുമായി ബന്ധപ്പെട്ട് സഞ്ചരിക്കാനും പോകാനും ഇടയായിട്ടുണ്ട്. എൻ്റെ മനസ്സിനെ ഒത്തിരി സ്വാധീനിച്ചിട്ടുള്ളൊരു സംഭവം അച്ഛൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അച്ഛന് ഈ എർച്ചി ആൽബിൻ എന്ന് പറഞ്ഞൊരു വ്യക്തി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തെ നേടിയെടുത്തൊരു സംഭവം നെല്ലിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരിക്കുന്ന ഒരു കാലഘട്ടം. അച്ഛൻ്റെ ശുശ്രൂഷാ മേഖലയെ ബന്ധപ്പെട്ടിരുന്ന ഒത്തിരി ആത്മാരും സമർപ്പിതരുണ്ട്. അപ്പോൾ അവരോടൊക്കെ അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിയ ശേഷം ഒരു ഗ്രൂപ്പ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അച്ഛൻ ഇറങ്ങുവാണ്. അച്ഛന് അങ്ങനെ ഈ എർച്ചി ആൽബിൻ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തെ കാണാൻ പോവുകയാണ്. അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഷാപ്പിലിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ അങ്ങോട്ട് ചെന്ന് ഈ വ്യക്തിയുടെ അടുത്ത് ചെന്ന് വന്നപ്പോഴേക്കും അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. മോർണിംഗ് വന്നേ എന്ന് വിളിച്ചിട്ട് അച്ഛൻ ആ മുട്ട് കുത്തി നിന്ന് ഈ എർച്ചി ആൽബിൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ കാല് രണ്ടും അങ്ങോട്ട് ചുംബിച്ചു. അത് കഴിഞ്ഞ് അച്ഛൻ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് കഴിയുമ്പോഴേക്കും മോനെ എന്ന് വിളിച്ച് അച്ഛൻ അങ്ങ് ചേർത്ത് പിടിച്ചു. ഇദ്ദേഹം അച്ഛൻ്റെ മാറിലേക്ക് ചാഞ്ഞ് കിടന്ന് കുറേ സമയം അങ്ങ് പൊട്ടിക്കരഞ്ഞു. അച്ഛാ, എന്നെ ഇതുവരെയും ആരും ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞ അച്ഛൻ്റെ മാറിൽ ചാഞ്ഞ് കിടന്ന് ഈ വ്യക്തി പൊട്ടിക്കരയുന്ന സംഭവം. അതിന് സ്വീകരിച്ച ഒരു മാർഗ്ഗം എൻ്റെ പിന്നീടുള്ള ലോകത്ത് ജീവിതത്തിൽ എന്നെ ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുള്ളൊരു കാര്യം. അതുപോലെ തന്നെ നമ്മുടെ കോട്ടയത്ത് നമുക്ക് വേതാളം ബാബു എന്ന് പറയുന്ന ഒരു 6.25 അടി പൊക്കമുള്ളൊരു മനുഷ്യൻ്റെ കറുത്ത ഇതുപോലെ തന്നെ അച്ഛൻ നേടിയെടുത്ത കഥകൾ. അപ്പം ഇങ്ങനെ അച്ഛൻ്റെ കൂടെ ആയിരുന്ന കാലഘട്ടത്തിൽ ഒത്തിരി കാര്യങ്ങൾ കണ്ടും കേട്ടും ഒക്കെ പഠിക്കാനിടയായിട്ടുണ്ടത്. മാത്രമല്ല അച്ഛൻ്റെ കുർബാന എന്നൊക്കെ പറയുന്നത് സാധാരണ ഒരു 4.5 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ചിലപ്പോൾ കാണും. കാരണം അത് മുഴുവൻ ധ്യാനിച്ച് അതിൻ്റെ കുർബാനയുടെ അർത്ഥങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുത്ത് അത് ഇത്ര വലിയ റിച്ചാണ് ഒരു വിശുദ്ധ കുർബാന എന്ന് എനിക്ക് മനസ്സിലായത് അച്ഛൻ്റെ കൂടെ ആയിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. കുറ്റിക്കിലച്ഛൻ്റെ കൂടെ ആയിരുന്ന ഒരു കാലം അവിടെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റർ ഒരിക്കൽ എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, അജു, നിനക്ക് ഒരു അച്ഛനായി കൂടെ? ഞാൻ ആ സിസ്റ്ററിനോട് പറഞ്ഞൊരു മറുപടി ഇതാണ്. ഇനി വന്ന കാര്യം പറയട്ടെ, മിണ്ടിപ്പോകരുത്. ഇനി ഈ വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞാൽ എൻ്റെ തനി സ്വഭാവം നിങ്ങൾ അറിയും. മിണ്ടിപ്പോകരുത് എന്ന് ഞാൻ പറഞ്ഞു. അതോടുകൂടി ഇനി ഈ വിഷയം എൻ്റെ മുമ്പിൽ മിണ്ടിയേക്കരുത് എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും ക്ലോസ് ചെയ്തതാണ്. കാരണം പൗരോഹിത്യ ജീവിതം എന്നുള്ളത് എനിക്ക് അത്ര താല്പര്യമുള്ളൊരു വിഷയമായിരുന്നില്ല. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യവുമായിരുന്നില്ല. കാരണം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സ്വപ്നം ഇതായിരുന്നു: ഒരു വിവാഹം കഴിച്ച് ഒരു വിശുദ്ധമായ കുടുംബജീവിതം നയിക്കുക, ഒരു 5 മക്കൾ, അതായത് എൻ്റെ അന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകത വലിയ ആദർശമുള്ളൊരു വ്യക്തിയായിരുന്നു. ഒരു 5 മക്കളെങ്കിലും സ്വീകരിച്ച് അങ്ങനെ ഒരു ജീവിതം നയിക്കുക. അതായിരുന്നു ഞാനന്ന് അങ്ങനെ സ്വപ്നം കണ്ട് അങ്ങനെ നടന്നിരുന്നൊരു കാലഘട്ടം. ഒരു ഞായറാഴ്ച ദിവസം രാവിലെ 7 മണിക്ക് കുറ്റിക്കിലച്ചൻ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കും. കുർബാന ആരംഭിച്ചു. അന്ന് ഞാൻ സാധാരണഗതിയിൽ കുർബാനയെ സഹായിക്കാനും ശുശ്രൂഷയാകാനൊക്കെ ഞാൻ ആൾത്താരയിൽ കയറുന്നതാണ്. അന്ന് ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ഞാൻ ഈ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഒരു ദർശനം കാണുകയാണ്. ഈശോ തിരുവസ്ത്രങ്ങളിട്ട കൈ നീട്ടി എന്നെ വിളിക്കുന്നതായിട്ട് ഞാനൊരു ദർശനം കണ്ടു. അപ്പോൾ അതിനോടൊപ്പം തൊട്ടടുത്ത് കാസ ഇരിപ്പുണ്ട്, മുന്തിരിക്കോല ഇരിപ്പുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടെ ഉൾപ്പെട്ട ഒരു വിഷം ഞാൻ കാണുകയാണ്. കണ്ണ് തുറന്നും കണ്ണടച്ചാലും ഒന്നുപോലെ കാണാവുന്ന രീതിയിൽ കുറച്ച് സമയം ഞാനത് കണ്ടു. ഏതായാലും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് കാര്യം മനസ്സിലായി. കർത്താവ് എന്നെ ഈ ഒരു വിളിയിലേക്ക് വിളിക്കുന്നു എന്ന് മനസ്സിലായി. പക്ഷേ എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, എനിക്കിതിനോട് താല്പര്യമില്ല, കംപ്ലീറ്റ് ഇതിനെ റിജക്റ്റ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു എൻ്റേത്. ദൈവം താൻ മുമ്പേ അനാദിയിലെ നിശ്ചയിച്ചൊരു കാര്യം അവിടെ വെച്ച് എന്നെ എനിക്ക് വെളിപ്പെടുത്തുകയായിരുന്നു. അതോടുകൂടി എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ദൈവവിളിയോടുള്ള റെസിസ്റ്റൻസ്
ഒരു എതിർപ്പ് ഉള്ളിൽ നിന്നും വൈദിക വിളിയിലേക്ക് ഉള്ള ആ എതിർപ്പ് ഉള്ളിൽ കുറഞ്ഞു വരുന്നൊരു അനുഭവം ഉണ്ടായി. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും സാവകാശം അതൊരു ആഗ്രഹമായി മാറാൻ തുടങ്ങി, ആഗ്രഹം വളരാൻ തുടങ്ങി. പിന്നീട് ഞാൻ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. തൊട്ടടുത്ത് വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഈ വിഷയം കുറ്റകൃത്യനുമായിട്ട് സംസാരിച്ചു. അച്ഛനത് ക്ഷമയോടെ ഇരുന്ന് കേട്ടു. പക്ഷെ മറുപടി ഒന്നും എന്നോട് പറഞ്ഞില്ല. എന്നാൽ ഈ പിന്നെ വരുന്ന ആ ഒരു കാലം അച്ഛൻ്റെ ഒബ്സർവേഷനിലായിരുന്നു ഞാനെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അതായത് അച്ഛന് ഈ ദൈവവിളിയെക്കുറിച്ചുള്ള ഒരു വിഷൻ കണ്ടു. അത് സത്യമാണോ? കാരണം ഇത് സ്ഥിരീകരിക്കണമല്ലോ, ദൈവവിളിയുടേതായ ചില പ്രകടമായ പ്രത്യേകതകൾ കാണണം. അങ്ങനെയിരിക്കെ ഒരു ഏതാനും മാസങ്ങൾക്കുള്ളിൽ എനിക്ക് വീട്ടിലേക്കൊന്ന് തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. കാരണം അന്ന് വരെ ഞാൻ കുട്ടികളച്ഛൻ്റെ കൂടെ ആ ശുശ്രൂഷ മേഖലകളിൽ തുടരുന്നൊരു അവസ്ഥയായിരുന്നു. വീട്ടിൽ ചില അത്യാവശ്യ കാര്യങ്ങൾ വന്നു, അമ്മച്ചിക്ക് സുഖമില്ലാത്തൊരവസ്ഥ വന്നു, ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളുണ്ടായി. അപ്പം അങ്ങനെ ചില കാരണങ്ങളാൽ എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി ദൈവവിളിയുടെ ചില കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി. ഇനി എന്താകും ഒരു വ്യക്തതയില്ല. അതായത് പഠനം കഴിഞ്ഞിട്ടൊരു നീണ്ട ഗ്യാപ്പ്. ഇതിന് ശേഷം ഇനി പഠിച്ച് നടക്കുന്ന കാര്യമല്ല എന്ന് എനിക്കറിയാമായിരുന്നു. എന്തായാലും ഞാൻ അങ്ങനെ വീട്ടിൽ കഴിയുകയാണ്. അപ്പോൾ ആയിരിക്കുന്ന സമയങ്ങളിൽ ഇനി വലിയ തടസ്സങ്ങളാണ് എൻ്റെ മുമ്പിൽ അനുഭവപ്പെടുന്നത്. കാരണം ആദ്യം എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. ഇപ്പോൾ എനിക്കൊരു വൈദികനായി തീരാനുള്ള ആഗ്രഹം വന്നു. അത് വളരെ ശക്തമായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിലാണ് പല വിധത്തിലുള്ള തടസ്സങ്ങൾ, ഇതുകൂടാതെ പല വിധത്തിലുള്ള തടസ്സങ്ങൾ എൻ്റെ മുമ്പിൽ അനുഭവപ്പെടുകയാണ്. ഒരു ദിവസം ഞാൻ ഓർക്കുന്നു, എൻ്റെ വീടിൻ്റെ പറമ്പിൽ ഒരു മാവ് നിൽപ്പുണ്ട്, നല്ല പടർന്ന് പന്തലിച്ച് നിൽക്കുന്നു. അതിന് ചുറ്റും കുറച്ച് കാട് കൂടി നിൽക്കുകയാണ്. ഈ മാവിൻ്റെ ചുവട്ടിൽ ഞാൻ അവിടെ ആയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് എൻ്റെ ദൈവവിളിയെക്കുറിച്ചുള്ള ഒരു ചിന്ത കടന്നു വരികയും വല്ലാത്തൊരു വേദന എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയും ചെയ്തു. ഞാൻ ചെയ്തൊരു കാര്യം, ഞാൻ ആ മാവിൻ്റെ ചുവട്ടിലേക്ക് മുട്ടുകുത്തി നിന്ന് കരയുകയാണ്. എന്നിട്ട് ഞാൻ ഭാവനയിൽ ഈശോയുടെ തിരുവോസ്തി ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നതായി ഭാവനയിൽ കണ്ടുകൊണ്ട് കുറേ നേരം നിന്നങ്ങ് കരഞ്ഞു. എന്നിട്ട് ഈശോയോട് ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ഈശോയെ, ഒരിക്കലെങ്കിലും അങ്ങയുടെ തിരുവോസ്തിയിൽ അങ്ങയുടെ തിരുശരീരം എടുക്കാനുള്ള ഒരു ഭാഗ്യം, ഒരു അവസരം എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് കുറച്ചു നേരം ഞാനിവിടെ നിന്ന് കരഞ്ഞു. എന്തായാലും ദൈവം ഇടപെടുന്നത് പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആകണമെന്നില്ല. നമ്മൾ ചോദിക്കുന്ന ഉടനെ ഉത്തരം തരികയോ മറുപടി തരികയോ ആകണമെന്നില്ല. ദൈവം അദൃശ്യമായി തൻ്റെ പദ്ധതിയും പരിപാലനയും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. മനുഷ്യരോട് എങ്ങനെ കരുണയോടെ ആളുകളോട് സമീപിക്കണം എന്നുള്ള ഒത്തിരി കാര്യങ്ങൾ അച്ഛനിൽ നിന്ന് ഞാൻ പഠിക്കാനിടയായിട്ടുണ്ട്. അത് തന്നെയല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ വൈകി സെമിനാരിൽ ചേർന്നത് കൊണ്ട് എനിക്ക് അൽമായരായ സാധാരണക്കാരായ ആളുകളുമായി വലിയൊരു സൗഹൃദ ബന്ധം കേരളത്തിലുടനീളം തന്നെ ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അങ്ങനെ അതുണ്ടായിരുന്നത് കൊണ്ട് തന്നെ വൈദിക വിളിയെക്കുറിച്ചുള്ള വലിയ ജനങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്, എങ്ങനൊരു വൈദികനായിത്തീരണം, ജനത്തിൻ്റെ വേദന എന്താണ്, ജനത്തിൻ്റെ ബുദ്ധിമുട്ട് എന്താണ്, അവിടെ കഷ്ടപ്പാടിൻ്റെ വേദനകളും നൊമ്പരങ്ങളും ജീവിതത്തിൻ്റെ പരിക്കന യാഥാർത്ഥ്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ വളരെ വൈകി സെമിനാരിൽ ചേർന്നതിലൂടെ എനിക്ക് ഉപകാരപ്പെട്ടു. ഈ ദൈവവിളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത്, തിരഞ്ഞെടുക്കാനിരിക്കുന്ന, താൻ ഭാവിയിൽ ജീവിക്കാനിരിക്കുന്ന ദൈവവിളിയെക്കുറിച്ചുള്ള ഒരു ജീവിതം സമർപ്പിക്കാനുള്ള ആ അദമ്യമായ അഗാധമായ ഒരു ദാഹം ഉള്ളിൽ വളരുക എന്നുള്ളതാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടമായപ്പോഴേക്കും ആ ഒരു ആഗ്രഹം വളരെയേറെ വളർന്ന് ശക്തി പ്രാപിച്ചിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ അങ്ങനെ ദൈവവിളി ക്യാമ്പിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ പോവുകയാണ്.
മഹാരാഷ്ട്രയിലുള്ള സോളാപൂർ എന്ന സ്ഥലത്തുള്ള മിഷൻ മൈനർ സെമിനാരിയിൽ എനിക്ക് അങ്ങനെ അവിടേക്ക് സെമിനാരിയിൽ പ്രവേശിക്കാനൊരായ അവസരം ഒരുക്കപ്പെട്ടു. അങ്ങനെ എൻ്റെ വൈദിക വിളിയിലേക്കുള്ള വിളി അങ്ങനെ ഉറക്കുകയാണ് ആ ഒരു കാലഘട്ടത്തിൽ. എന്നെ അതിനു മുമ്പ് കുറ്റിക്കലച്ചൻ എന്നെ വിളിച്ച് ഇപ്രകാരം ചോദിച്ചിരുന്നു, നിനക്ക് രൂപതാ വൈദികനാകാനാണോ താല്പര്യം, അതോ സന്യാസ വൈദികനാകാനാണോ താല്പര്യം? എനിക്ക് ചെറുപ്പം മുതലേ ദിവ്യകാരുണ്യത്തോടും വിശുദ്ധ കുർബാനയോടും വല്ലാത്തൊരു അടുപ്പവും വല്ലാത്തൊരു ബന്ധവും എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കുർബാനയുമായി ബന്ധപ്പെട്ട ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ദിവ്യകാരുണ്യത്തിലേക്ക് ആളുകളെ നയിക്കാൻ വേണ്ടിയുള്ള ദിവ്യകാരുണ്യ മിഷണറി സഭ അഥവാ MCBS സഭയിൽ ചേരാൻ ആണ് എനിക്ക് താല്പര്യമെന്ന് ഞാൻ കുറ്റിക്കലച്ചനോട് അന്ന് പറഞ്ഞു. ഏതാണ്ട് ആ സമയത്ത് എനിക്ക് 33 വയസ്സ് പ്രായമുണ്ട്. ഞാൻ ഈ കുറ്റിക്കലച്ചൻ്റെ ഈ ഒരു ശുശ്രൂഷാ മേഖലയിലേക്ക് വന്നതും ആദ്യമൊക്കെ വീട്ടിൽ നിന്നൊരു എതിർപ്പുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ സെമിനാരിയുടെ വൊക്കേഷൻ ക്യാമ്പിൽ പങ്കെടുക്കുകയും തുടർന്ന് മഹാരാഷ്ട്രയിലെ സോളാപൂരിലുള്ള മിഷൻ മൈനർ സെമിനാരിയിൽ ഞാൻ ചേരുകയും ചെയ്തു. ഞാൻ ഓർക്കുന്നുണ്ട്, ഏതാണ്ട് ഒരു ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്ന ഒരു കാലത്ത് ഒരു ഇംഗ്ലീഷിൻ്റെ ഒരു വാക്ക് ഒരു 350-400 തവണ വരെ എഴുതി പഠിച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം മറന്നു പോകും. അതുപോലെ മറവിയുടെ ഒരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു. ഒത്തിരിയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും പലപ്പോഴും എന്നെ ദൈവം ഇങ്ങനെ എടുത്തു വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അനുഭവമാണ് എൻ്റെ സെമിനാരി കാലഘട്ടത്തിൽ ഉണ്ടായത്. ദൈവം ശരിക്കും പല കാര്യങ്ങളും നയിക്കുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഫിലോസഫി പഠിക്കാനായിട്ട് ബാംഗ്ലൂരിൽ ജിവാലയ സെമിനാരിയിൽ എത്തിയ ആദ്യത്തെ ആഴ്ചകൾ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ എനിക്ക് അത്ര അങ്ങോട്ട് ക്ലിയർ ആകുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്, അത്ര ഒരു ഫ്ലോ ആകുന്നില്ല. അപ്പം ഞാൻ ഇൻ്റർവെൽ സമയത്ത് ദേവാലയത്തിൽ വന്നിരുന്ന് മുട്ടുകുത്തി നിന്ന് കരയുകയാണ്. ഈശോയുടെ മുമ്പിൽ ഇരുന്ന്, ഈശോയെ ഇനി ഞാൻ ഇങ്ങനെ മുന്നോട്ട് എങ്ങനെയാ, ഇത്രയും ഇനിയുള്ള ക്ലാസ്സുകൾ മുഴുവൻ വളരെ സുപ്രധാനമായ ക്ലാസ്സുകൾ മുഴുവൻ ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്. അത് ഇപ്രകാരമാണ്, ഇപ്പോൾ നീ ഈ അവസ്ഥയിലൂടെ കടന്നു പോകണം, എനിക്ക് നിന്നെ ഇതിലൂടെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. വ്യക്തമായിട്ട് കർത്താവിൻ്റെ സ്വരം എൻ്റെ ഉള്ളിൽ ഞാൻ കേട്ടതാണ്. ക്ലേശങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ കടന്ന് ദൈവം നയിക്കുന്ന വഴികൾ നമ്മെ പരിശീലിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നുള്ളത്. ഇതൊന്നും യാദൃശികമായി സംഭവിക്കുന്നതല്ല. ആ ഒരു കാലഘട്ടത്തിൽ പഠിക്കാനുള്ള കൃപ തരാൻ ദൈവത്തിന് ഈസിയാണ്. ദൈവത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച മരിച്ച ലാസറിനെ ഉയർപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിന് ഇത് സാധ്യമാണ്. പക്ഷേ ഇപ്പം ഞാൻ ഇച്ച ക്ലേശങ്ങളിലൂടെ, ഞെരുക്കങ്ങളിലൂടെ അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് തന്നെ ഞെരുങ്ങി പോകണം എന്ന് തന്നെയാണ് ദൈവനിശ്ചയം എന്ന് ആ ഒരു ദൈവ സന്ദേശത്തിലൂടെ എനിക്ക് വ്യക്തമായി. അങ്ങനെ 2021 ഡിസംബർ 29 തലശ്ശേരി രൂപതയിലെ മാലോത്ത് പുഞ്ച ഇടവകയിലുള്ള സെൻറ് തോമസ് ദേവാലയത്തിൽ വെച്ച് അന്ന് തലശ്ശേരി അതിരൂപത അധ്യക്ഷനായിരുന്ന ജോർജ് ഞരളക്കാട്ട് പിതാവിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ചു. ഒരു നീണ്ട കാലഘട്ടത്തിന് ശേഷം ഞാൻ പണ്ട് ആഗ്രഹിച്ചിരുന്നൊരവസ്ഥയിലേക്ക് ദൈവം എന്നെ എത്തിച്ചു. പിന്നീട് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഞാൻ പണ്ട് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചൊരു സംഭവമുണ്ട്. ഈശോയെ കൈകളിൽ എടുത്തു പിടിച്ച് ഉയർത്തിപ്പിടിച്ച്, ദൈവമേ ഒരിക്കലെങ്കിലും നിന്നെ ഇങ്ങനെ എടുക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച് കരഞ്ഞ ഒരു കണ്ണീരും പ്രാർത്ഥനയുണ്ട്. ഈശോയെ കൈകളിൽ ഉയർത്തുമ്പോൾ ആ സംഭവം എൻ്റെ ഓർമ്മയിൽ വരാറുണ്ട്. കാരണം അത് ഈശോ സഫലമാക്കിയിരിക്കുന്നു. അങ്ങനെ ചേർത്തല മുട്ടം ഇടവകയിലേക്കും പിന്നീട് മഹാരാഷ്ട്രയിലെ സോളാപൂർ മിഷനിലേക്കും തുടർന്ന് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടിനടുത്തുള്ള ചെങ്ങാലൂർ എന്ന സ്ഥലത്തുള്ള ആകാശപ്പറവുകളായ ഒരു ആശ്രമത്തിലേക്കും, അങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുന്നു. നമ്മളിതറിയാം, ദിവ്യകാരുണ്യത്തിന് വിശുദ്ധ കുർബാനയ്ക്ക് 2 വശങ്ങളുണ്ട്. ഒന്ന് കൗദാശിക വശവും 2 ജീവിത വശവും. നമുക്കറിയാം, ഈശോയുടെ വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ ഒന്ന് സെഹിയോൻ ശാലയിലെ കൗദാശിക ബലി അർപ്പിച്ചു, അപ്പവും വീഞ്ഞുമെടുത്ത്. അത് പൂർത്തിയാക്കിയത് പിറ്റേന്ന് കാൽവരിയിൽ വെച്ചാണ്. അപ്പവും വീഞ്ഞുമെടുത്ത് കൗദാശിക ബലി തലേന്ന് രാത്രി അർപ്പിച്ചത് പിറ്റേന്ന് കാൽവരി കുരിശിൽ മരിച്ചു. ഇത് രണ്ടും കൂടെ ചേർന്നതാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. MCBS സഭയെ സംബന്ധിച്ച് വിശുദ്ധ കുർബാനയുടെ ഭക്തി ജീവിക്കുകയും അല്ലെങ്കിൽ പ്രചരിപ്പിക്കുകയും അല്ലെങ്കിൽ ഇതിൻ്റെ ദൗത്യവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഭാഗമായി കാരുണ്യ പ്രവൃത്തികൾ, അത് ഇതിൻ്റെ ദിവ്യകാരുണ്യ ഭക്തിയുടെ ഒരു ജീവിതത്തിൻ്റെ ഡയമെൻഷനാണ്. ഞാൻ ഒത്തിരി യുവജനങ്ങളെ കണ്ടിട്ടുണ്ട്, സെമിനാരിയിലൊക്കെ ചേരുന്നതിന് പ്രായമായില്ലേ, ഇനി നടക്കുമോ, ഇങ്ങനെ ചിന്തിക്കുന്ന പലരും ഉണ്ടാവാം. പക്ഷേ എനിക്ക് ഞാൻ പലരോടും പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇതാണ്,
ഈ 33-ാമത്തെ വയസ്സിൽ എനിക്ക് ചേരാൻ പറ്റുമെങ്കിൽ ഏത് പ്രായക്കാർക്കും സെമിനാരിയിൽ ചേരാനോ, ദൈവം വിളിക്കുന്നുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ പ്രായം ഒരു പ്രശ്നമല്ല എന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവമാണ്. അത് ഞാൻ പലരോടും പറയാറുണ്ട്. അപ്പോൾ തീർച്ചയായും ദൈവം എങ്ങനെയാണ് വിളിക്കുന്നത്, ഏത് രീതിയിലാണ് ദൈവം ഓരോ വ്യക്തികളെയും വിളിക്കുന്നത്, അത് ഏത് പ്രായത്തിൽ വിളിക്കും നമുക്ക് അറിഞ്ഞുകൂടാ. വൈവിധ്യമേറിയ വഴികളിലൂടെയാണ് ദൈവം ഓരോ വ്യക്തികളെയും തൻ്റെ ശുശ്രൂഷയിലേക്കും തൻ്റെ വിളിയിലേക്കും വിളിക്കുന്നതും ആകർഷിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഏതു പ്രായവും പ്രശ്നവും ദൈവവിളി സ്വീകരിക്കുന്നൊരു തടസ്സമല്ല എന്നുള്ളത് നമുക്ക് ഓർക്കാം. യേശുവേ, നിന്നെ എൻ്റെ നാഥനായി സ്വീകരിക്കുന്നു ഞാനിതാ. ജീവിതത്തിൻ്റെ കർത്താവായി അങ്ങേ ഏറ്റുചൊല്ലുന്നു ഞാൻ മുതാ. യേശുവേ, നിന്നെ എൻ്റെ നാഥനായി സ്വീകരിക്കുന്നു